നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. മാതൃകാപരമായ സുസ്ഥിര തൃത്താല പദ്ധതി മണ്ഡലത്തിൽ ആവിഷ്കരിച്ച മന്ത്രി എം ബി രാജേഷിനെ അഭിനന്ദിച്ച് ജാർഖണ്ഡ് ടീം. പദ്ധതി മുഖേന മണ്ഡലത്തിലെ ഭൂഗർഭ ജലവിധാനത്തിൽ വരുത്തിയ വർധനവ് മാതൃകാപരമാണെന്നും സംഘം വിലയിരുത്തി. സുസ്ഥിര വികസനത്തിൽ മാതൃക തീർത്ത ഈ പദ്ധതി ജാർഖണ്ഡിൽ പ്രാവർത്തികമാക്കുന്നതിന് പദ്ധതി നടത്തിപ്പിനെക്കുറിച്ചും വകുപ്പ് സംയോജനം സംബന്ധിച്ചും സംഘം മന്ത്രിയുമായി ആശയവിനിമയം നടത്തി. ജലസംരക്ഷണം, കാർഷിക മുന്നേറ്റം തുടങ്ങി സമഗ്ര മേഖലയിലും പദ്ധതി മുഖേന വികസനം സാധ്യമാക്കാൻ കഴിഞ്ഞതായി മന്ത്രി അറിയിച്ചു. Main features of this sustainable Triptala is water conservation, soil conservation, promotion of agriculture and sanitation and waste management. See, these are the major pillars of this project called Susthira Triptala. This project is modeled after carbon neutral Katakada, implemented in Katakada constituency of Trivandrum district. So, उस इलाके का एमएलए मेरे साथ थे आंदोलन में, तो उन्होंने पिछले बार उन्होंने एमएलए था, मैं इस बार यहाँ का एमएलए हुआ, तो उन्होंने ये बहुत सक्सेसफुली किया था कटाकड़ा में. हम वहाँ जाकर कटाकड़ा मॉडल जाके തൃത്തല ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ ഭൂഗർഭ ജലവിധാനത്തിലെ വർധനവ്, പദ്ധതിയുടെ നേട്ടങ്ങൾ, കാർഷിക മേഖലയുടെ വളർച്ച എന്നിവയെക്കുറിച്ചുള്ള പ്രദർശനവും നടന്നു. തൃത്തല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ TV നിഷ, തിരുമിറ്റക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് KP വിപുലേഷ്, സുസ്ഥിര തൃത്താല കോർഡിനേറ്റർ P സേതലവി, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. സുസ്ഥിര തൃത്താല പദ്ധതി പ്രദേശങ്ങളിൽ മന്ത്രി എം ബി രാജേഷിനൊപ്പം സന്ദർശനം നടത്തി ജാർഖണ്ഡ് ടീം. മന്ത്രിക്കൊപ്പം സെൽഫിയും എടുത്താണ് അംഗങ്ങൾ മടങ്ങിയത്. സുസ്ഥിര തൃത്താല പദ്ധതി പ്രദേശങ്ങളായ പാപ്പിക്കുളം, മങ്ങാട്ടുകുളം, വിവിധ കൃഷിയിടങ്ങൾ, കിണർ റീചാർജിംഗ് പ്രവർത്തനങ്ങൾ എന്നിവ സംഘം സന്ദർശിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വം, പൊതുജന പങ്കാളിത്തം എന്നിവ നേരിട്ട് മനസ്സിലാക്കി. സുസ്ഥിര തൃത്താല പദ്ധതിയുടെ പ്രത്യേകതകളായ വിവിധ വകുപ്പുകളുടെയും ഏജൻസികളുടെയും സംയോജനം കില ഡയറക്ടർ ജനറൽ നിസാമുദ്ദീൻ ഇവർക്ക് വിശദീകരിച്ചു നൽകി. ജാർഖണ്ഡിലെ 13 ജില്ലകളിലെ ഡെപ്യൂട്ടി ഡെവലപ്മെന്റ് കമ്മീഷണർമാർ, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള 30 അംഗ സംഘമാണ് സുസ്ഥിര തൃത്താല പദ്ധതി സന്ദർശനത്തിനായി തൃത്താല മണ്ഡലത്തിൽ എത്തിയത്. ഇവിടെ നമ്മളോടൊപ്പം തൃത്താലയിലെ പാപ്പിക്കുളത്തിന്റെ മുന്നിലുള്ളത് ജാർഖണ്ഡിൽ നിന്ന് വന്ന പ്രതിനിധി സംഘമാണ്. ഈ പ്രതിനിധി സംഘത്തിൽ 11 ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളും 11 IAS ഓഫീസർമാരുൾപ്പെടെ ഉള്ള ഉദ്യോഗസ്ഥരുണ്ട്. 11 IAS ഓഫീസർമാരും 2 മറ്റുദ്യോഗസ്ഥരും, 13 ഓഫീസർമാരും അടങ്ങുന്നൊരു സംഘം കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ചും സുസ്ഥിര തൃത്താലയെക്കുറിച്ചും മനസ്സിലാക്കാനാണ് ഇവിടെ എത്തിച്ചേർന്നത്. സുസ്ഥിര തൃത്താലയുടെ ഭാഗമായിട്ടുള്ള ജലസംരക്ഷണ, മണ്ണ് സംരക്ഷണ പ്രവർത്തനങ്ങൾ, കാർഷിക മേഖലയിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ, ഇത് നേരിട്ട് സൈറ്റ് വിസിറ്റ് നടത്തി പഠിക്കാൻ വേണ്ടിയാണ് അവരെത്തിയത്. ബ്ലോക്ക് ഓഫീസിൽ വെച്ച് അവർക്ക് വിശദമായിട്ടുള്ള പ്രസന്റേഷൻ നമ്മുടെ കിലയുടെ ഡയറക്ടർ ജനറൽ നിസാമുദ്ദീൻ IAS നൽകുകയുണ്ടായി. അതിനുശേഷം ഇപ്പോൾ ഓരോ സ്ഥലവും സന്ദർശിക്കുകയാണ്. പാപ്പിക്കുളം കഴിഞ്ഞാൽ കിണർ റീചാർജ് ചെയ്യുന്ന പദ്ധതിയുടെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ പോകും. അതുപോലെ തന്നെ മാങ്ങാട്ടുകുളം അവർ കാണാൻ ഉദ്ദേശിക്കുന്നു. അങ്ങനെ സുസ്ഥിര തൃത്താലയിലെ പ്രധാനപ്പെട്ട സവിശേഷതകൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കാനാണ് ജാർഖണ്ഡിൽ നിന്ന് IAS ഉദ്യോഗസ്ഥരും ജില്ലാ പഞ്ചായത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളും ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. I am very happy to welcome you all here in Triptala. പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലെ കിണറിലെ വെള്ളം മലിനമായതുമായി ബന്ധപ്പെട്ട് സംയുക്ത പരിശോധന നടത്താൻ മുഹമ്മദ് മോസിൻ MLA നിർദ്ദേശം നൽകി. അഴുക്കുചാലിലെ മലിനജലം കിണറിലേക്ക് എത്തിയതാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുക. പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലെ കിണർ മലിനമായ സംഭവവുമായി ബന്ധപ്പെട്ടാണ് മുഹമ്മദ് മോസിൻ MLAയുടെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തിയത്. പട്ടാമ്പിയിലെ അഴുക്കുചാലുകളുടെ മലിനജലം ഒഴുക്കിവിടുന്നതായും ഇത് കെട്ടിക്കിടന്നാണ് കിണറിലെ വെള്ളം മലിനമാവാൻ കാരണമായതെന്നുമാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ പരിശോധന നടത്തുവാനാണ് മുഹമ്മദ് മോസിൻ MLA ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയത്. KRP പ്രവർത്തകരും ആരോഗ്യവകുപ്പ് പ്രവർത്തകരും തമ്മിൽ ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമെന്നും മുഹമ്മദ് മോസിൻ MLA പറഞ്ഞു. പട്ടാമ്പിയിലെ റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട് അഴുക്കുചാലുകളുടെ പുനരുദ്ധാരണം നടക്കുന്ന വേളയിലാണ് പലയിടങ്ങളിലും അഴുക്കുചാലിൽ
മലിനജലം കെട്ടിനിൽക്കുന്നതായി കണ്ടെത്തിയത്. ഇത് ഇറങ്ങി സമീപത്തെ കിണറുകളിലേക്ക് പകർന്നതാകാം എന്നതാണ് നിഗമനം. ഇക്കാര്യം പരിശോധിച്ച് വിലയിരുത്താനാണ് നിർദ്ദേശം നൽകിയത്. പട്ടാമ്പി പോലീസ് സ്റ്റേഷന്റെ കിണറ്, ആ കിണറ് മാലിന്യം വന്ന് ജലം അശുദ്ധമാകുന്ന പ്രശ്നം അത് നമ്മളെ ശ്രദ്ധയിൽപ്പെടുകയും അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോ ഇവിടെ വന്നത്. നമുക്കറിയാം, റോഡിന്റെ വർക്കിന്റെ ഭാഗമായി ഡ്രെയിനേജുകൾ പൊളിച്ചും ഘട്ടം ഘട്ടമായിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പൊ ഡ്രെയിനേജ് പൊളിച്ച സ്ഥലങ്ങളിൽ നിന്ന് അതിൽ വന്ന ഈ മലിനജലമാണോ ഈ കിണറിലേക്ക് വന്നത് എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ പരിശോധിക്കുന്നത്. അതാണ് എന്നുള്ള സംശയമാണ് പലരും പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നഗരസഭയുടെ നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും അതോടൊപ്പം KRFയും ജോയിന്റ് ആയിട്ട് ഇൻസ്പെക്ട് ചെയ്തുകൊണ്ട് എവിടെ നിന്നാണ് ഈ മലിനജലം ഒഴുക്കി വിടുന്നത് എന്ന് പരിശോധിക്കുകയും അതിന് നഗരസഭ നടപടി എടുക്കുന്നത് മാത്രമല്ല ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തുകൊണ്ട് തന്നെ ഡ്രെയിനേജ് നവീകരിച്ച് മുന്നോട്ട് പോകാനാണ് ഇപ്പൊ തീരുമാനിച്ചിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ റോഡിന്റെ വർക്ക് കമാനം മുതൽ അങ്ങോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കഴിഞ്ഞ 2 പ്രളയം കഴിഞ്ഞതിന്റെ ഭാഗമായിട്ട് 1.5 മീറ്ററൊക്കെ ആഴത്തിൽ റോഡ് പൊളിക്കുന്ന സമയത്ത് അതിന്റെ താഴെയുള്ള മണ്ണ് ചില പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അത് കാരണം വർക്ക് കൂടുതൽ സമയം എടുക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, ടാർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ ടാർ ചെയ്ത് കഴിഞ്ഞാൽ റോഡ് ഒന്നും കൂടെ സെറ്റിൽ ആയിട്ട് താഴേക്ക് ഇരിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഇപ്പൊ ടാർ ചെയ്യാതെ വെയിറ്റ് ചെയ്യുന്നത്. കാരണം ആ ഭാഗത്തൊക്കെ തന്നെ മണ്ണ് എടുത്ത് മാറ്റുന്ന സമയത്ത് കൂടുതൽ കുഴഞ്ഞ മണ്ണാവുകയും കൂടുതൽ ആഴത്തിലേക്ക് അത് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ആ ഭാഗത്ത് ഒന്ന് കൃത്യമായി സെറ്റിലായി അത് കറക്റ്റ് ആയതിനു ശേഷം അവിടെ ടാർ ചെയ്യും. ആ ടാർ ചെയ്ത് കഴിഞ്ഞാൽ DBM ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഈ ഭാഗത്തെ ടൗൺ നവീകരണമാണ് നടക്കാൻ പോകുന്നത്. പക്ഷെ അതുവരെ കാത്തിരിക്കാതെ തന്നെ ഈ ഭാഗത്തുള്ള ഡ്രെയിനേജിന്റെ പ്രവർത്തനം ഇപ്പോൾ നടത്താൻ പോവുകയാണ്. ഡ്രെയിനേജ് കഴിയുമ്പോഴേക്കും അപ്പുറത്തെ റോഡ് ടാർ ചെയ്തും കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് മേലെ പട്ടാമ്പി ടൗണിന്റെ നവീകരണമാണ്. അപ്പൊ ആ നവീകരണത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള വർക്കുകൾ കൂടി ഇനി ബാക്കിയുണ്ട്, അതും കൂടി ചെയ്യും. എന്തായിരുന്നാലും ഇപ്പോ അടിയന്തരമായിട്ട് ഈ വെള്ളം എവിടുന്നാണ് വരുന്നതെന്നും ഈ കിണർ എന്തുകൊണ്ടാണ് ഇതിലേക്ക് മാലിന്യം വരുന്നത് എന്നുള്ളത് പരിശോധിക്കുകയും ആ പ്രശ്നം പരിഹരിക്കുകയും ചെയ്യാനുള്ള ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കും. പട്ടാമ്പി നെടുങ്ങനാട് മുത്തശ്ശിയാർക്കാവിൽ മകരച്ചൊവ്വ ആഘോഷത്തിന്റെ ഭാഗമായി മാതൃവന്ദനവും സാംസ്കാരിക സമ്മേളനവും നടന്നു. പിന്നണി ഗായിക ലതിക മുഖ്യാതിഥിയായി. പട്ടാമ്പി നെടുങ്ങനാട് മുത്തശ്ശിയാർക്കാവിൽ മകരച്ചൊവ്വ ആഘോഷങ്ങളുടെ ഭാഗമായാണ് മാതൃവന്ദനം നടന്നത്. ക്ഷേത്രത്തിലെ തിരുപ്പുറത്ത് നിവേദ്യ സമർപ്പണത്തിന് ശേഷമായിരുന്നു മാതൃവന്ദനവും സാംസ്കാരിക സദസ്സും സംഘടിപ്പിച്ചത്. തട്ടകത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 10 അമ്മമാർക്കായിരുന്നു മാതൃവന്ദനത്തിലൂടെ ആദരവ് നൽകിയത്. പിന്നണി ഗായിക പ്രൊഫസർ ലതിക ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി എത്തി. ലതികയെയും ആദരിച്ചു. തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം ക്ഷേത്രതന്ത്രി അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ. ക്ഷേത്ര ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് MK ജനാർദ്ദനൻ അധ്യക്ഷനായിരുന്നു. വിശിഷ്ടാതിഥികളായി എത്തിയവരെ ക്ഷേത്രം ഭാരവാഹികൾ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ഉപഹാരങ്ങളും സമ്മാനിച്ചു. അമ്മയ്ക്ക് ആ അമ്മയെ നമുക്കിന്ന് ഇവിടെ ഈ വേദിയിലേക്ക് കിട്ടിയത് നമ്മുടെ ഒരു ടീച്ചർക്ക് പൂജിക്കാനും ഭാഗ്യം സിദ്ധിച്ച അദ്ദേഹത്തിന് നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് ഇന്ന് കിട്ടിയതിൽ നമ്മൾ അടുത്തത് വിവിധ മേഖലകളിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക്
അനുമോദനവും നൽകി. ആഘോഷ കമ്മിറ്റി സെക്രട്ടറി പി ഗോപാലകൃഷ്ണൻ, ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് വി രവീന്ദ്രനാഥ്, സെക്രട്ടറി എം രമേഷ് ബാബു, എം രാമുദാസ്, കെ വിലാസിനിയമ്മ, വെളിച്ചപ്പാട് എം അനിൽകുമാർ, ഇ കൃഷ്ണകുമാർ, എം രാവുണ്ണിക്കുട്ടി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് ഭക്തിഗാന സുധയും ഉണ്ടായിരുന്നു. പ്രസാദൂട്ടിലും നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. ശരിക്കും ഇന്നത്തെ കാലഘട്ടം വളരെ വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ശരിക്കും ഭാഗ്യവതിയാണെന്ന് ഞാനിപ്പോഴും പറയും. കാരണം ഒരു കുറച്ചുകൂടെ നല്ല കാലഘട്ടത്തിൽ, പഴയ കാലഘട്ടം നമുക്ക് എന്നെ സംബന്ധിച്ച് അവരവർക്ക് അവരവരുടെ കാലഘട്ടങ്ങളാണ് നല്ലതെന്ന് തോന്നുന്നു. ഇപ്പോൾ സംഗീത മേഖലയിലായാലും വേറൊരു കാലഘട്ടമാണ് ഇപ്പോൾ. ഞാൻ സിനിമയിൽ പാടി തുടങ്ങിയിട്ട് 50 വർഷമായി. 76 ഞാൻ പാടി തുടങ്ങിയത്. പാട്ട് സ്റ്റേജിൽ പ്രൊഫഷണൽ സിംഗറായിട്ട് പാടി തുടങ്ങിയിട്ട് 60 വർഷമായി. അപ്പോൾ ഈ 60 വർഷത്തെ എൻ്റെ സംഗീതാനുഭവം ഞാൻ ഒരു പുസ്തകം ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഹൃദയരാഗ തന്ത്രി നീട്ടി ലഭിക്ക എൻ്റെ അനുഭവങ്ങളാണ്. ആ പാട്ട് കേട്ടിട്ടുണ്ടോ? അമർ എന്ന ചിത്രത്തിൽ ഞാൻ പാടിയതാണ്. പല പാട്ടുകളും ഞാൻ പാടിയതാണെന്ന് ആർക്കും അറിയത്തില്ല. അങ്ങനെ ഞാൻ കുറച്ച് പാട്ട് അങ്ങനെ പാടാം. സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴും ആദിനാമം ഇന്നു ഞങ്ങൾ പാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ. ചോടുവയ്ക്കും ഈ പദങ്ങൾ നൃത്തലോലമാകണേ. ചാലിശ്ശേരി സെന്ററിന് സമീപം നിർമ്മാണം പുരോഗമിക്കുന്ന ഓവുപാലത്തിനരികിലെ വിടവിൽ ഓട്ടോ മറിഞ്ഞ് അപകടം. കഴിഞ്ഞ ദിവസം രാത്രി 9:30യോടെയായിരുന്നു അപകടം. ചാലിശ്ശേരി കൂറ്റനാട് പാതയിൽ ചാലിശ്ശേരി ടൗണിന് സമീപം നിർമ്മാണം നടക്കുന്ന ഓവുപാലത്തിന്റെ മധ്യഭാഗത്തെ വിടവിൽ ചാടിയതോടെ പാസഞ്ചർ ഓട്ടോ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. കുന്നംകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഓട്ടോറിക്ഷയാണ് അപകടത്തിൽപ്പെട്ടത്. യാത്രികർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തൃശൂർ പാവർട്ടി സ്വദേശികളായിരുന്നു ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്നത്. പാലം നിർമ്മാണത്തോടനുബന്ധിച്ച് കഴിഞ്ഞ മാസം ഈ ഭാഗത്തെ കുഴിയിൽ വീണ ഇരുചക്രവാഹന യാത്രികന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ചാലിശ്ശേരി മുലയംപറമ്പത്ത് കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ മകരച്ചവ്വ മഹോത്സവം ഭക്തിസാന്ദ്രമായി. പുലർച്ചെ ക്ഷേത്രത്തിൽ നട തുറന്ന ശേഷം വിശേഷാൽ പൂജകളുണ്ടായി. തുടർന്ന് വിശ്വാസികൾ ഇലഞ്ഞിമര ചുവട്ടിൽ വലയം ചെയ്ത് തവിട് തൂളിക്കൽ വഴിപാട് നടത്തി. രാവിലെ മുതൽ 3 ജില്ലകളിൽ നിന്നായി നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിലെത്തിയത്. ക്ഷേത്ര ഊരാളൻ തത്താണത്ത് മന നാരായണൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രത്തിലെത്തിയ ഭക്തജനങ്ങൾ ചൂലും നെല്ലും ദേവിക്ക് സമർപ്പിച്ചു. മാർച്ച് 1-നാണ് പ്രസിദ്ധമായ മുലയംപറമ്പത്ത് കാവ് പൂരാഘോഷം. ഓൾ കേരള ടയർ വർക്ക്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ സമ്മേളനം പട്ടാമ്പിയിൽ നടന്നു. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ടി.പി. ഷാജി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രകടനവും ഉണ്ടായിരുന്നു. ഓൾ കേരള ടയർ വർക്ക്സ് അസോസിയേഷന്റെ 3ാമത് പാലക്കാട് ജില്ലാ സമ്മേളനത്തിനാണ് പട്ടാമ്പി വേദിയായത്. സമ്മേളനത്തിന് മുന്നോടിയായി മേലെ പട്ടാമ്പിയിൽ നിന്നും പ്രകടനവും ഉണ്ടായിരുന്നു. തുടർന്ന് ചിത്ര കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സമ്മേളനം പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ടി.പി. ഷാജി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഒരുപാട് വാഹനങ്ങളുടെ അതിന്റെ സുരക്ഷയ്ക്ക് ഈ ഒരു മേഖലയിലുള്ള പ്രവർത്തകരുടെ നിർണായകമായ സ്വാധീനമുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനക്ക്
അതല്ലെങ്കിൽ ആ സംഘടനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഉടമസ്ഥരാണെങ്കിലും തൊഴിലാളികളാണെങ്കിലും ആവശ്യമായ ആനുകൂല്യങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നില്ല എന്ന ദുഃഖ സത്യം കൂടി അറിയിക്കാൻ ഞാൻ അവസരം വിനിയോഗിക്കുകയാണ്. എന്നിരുന്നാൽ പോലും ഇത്തരത്തിലുള്ള സംഘടിത ശക്തികൾ ശക്തമായി സംഘടനയുമായി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയാൽ ഏത് സർക്കാരിനെയും മുട്ടുകുത്തിക്കാൻ സാധിക്കുമെന്ന് കഴിഞ്ഞ കാലങ്ങളിലുള്ള പ്രവർത്തനം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ്. നമ്മളെല്ലാവരും പറയാറുണ്ട് കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്ന്. അതുപോലെ നിരന്തരമായ ആവശ്യങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് പോകണം. നമ്മളൊക്കെ ഒരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന ആളുകളാണ്. ഒരു ജനാധിപത്യ രാജ്യത്ത് നമുക്ക് ഏറ്റവും വലിയ അവകാശം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ ലഭിക്കുന്ന വോട്ടവകാശമാണ്. ഓരോ 5 വർഷം കൂടുമ്പോഴും നമ്മുടെ ജനാധിപത്യത്തിന്റെ ലഭിക്കുന്ന അവകാശം വിനിയോഗിക്കുമ്പോൾ കേരളത്തിൽ ഇടതുപക്ഷം അല്ലെങ്കിൽ വലതുപക്ഷം LDF അല്ലെങ്കിൽ UDF മാറി മാറി അധികാരത്തിൽ വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ രഘു അധ്യക്ഷനായിരുന്നു. സംസ്ഥാന സെക്രട്ടറി രവീന്ദ്രൻ നെല്ലായ ആമുഖ പ്രഭാഷണം നടത്തി. സംസ്ഥാന പ്രസിഡന്റ് ശിവൻകൊപ്പം മുഖ്യപ്രഭാഷണം നടത്തി. VK ശ്രീകണ്ഠൻ MP, ചെറുപ്പശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ MC പുലാക്കൽ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. ജില്ലാ സെക്രട്ടറി ഷിനോജ് തൃക്കിടീരി, സംസ്ഥാന ജനറൽ സെക്രട്ടറി ബൈജു P ഹരിദാസ്, യൂനസ് ചൂരക്കോട്, ജിഷ്ണു വട്ടപ്പാറ, രാജൻ കൂനത്തറ, രാജൻ കുമ്പിടി, രാധാകൃഷ്ണപിള്ള, TT ഷാജിമോൻ, പ്രശാന്ത്, മുകേഷ് വെഞ്ഞൂറാമൂട്, ലാൽ നെടുമങ്ങാട്, ദിജിത് തിരുവേഗപ്പുറ തുടങ്ങിയ നേതാക്കളും പങ്കെടുത്ത് സംസാരിച്ചു. പട്ടാമ്പി നെടുങ്ങനാട് മുത്തശ്ശിയാർക്കാവിൽ മകരചൊവ്വ ആഘോഷം ഭക്തി നിർഭരമായി. തിരുപ്പുറത്ത് നിവേദ്യ സമർപ്പണത്തിന് ആയിരങ്ങളെത്തി. പട്ടാമ്പി നെടുങ്ങനാട് മുത്തശ്ശിയാർക്കാവിലെ മകരച്ചൊവ്വ ആഘോഷങ്ങൾ ഭക്തി സാന്ദ്രമായി. രാവിലെ നടന്ന തിരുപ്പുറത്ത് നിവേദ്യ സമർപ്പണത്തിന് ആയിരങ്ങളാണ് അണിനിരന്നത്. 1300-ൽ പരം ആളുകൾ നിവേദ്യ സമർപ്പണത്തിൽ പങ്കാളികളായി. മുൻ ശബരിമല ആറ്റുകാൽ ക്ഷേത്രങ്ങളിലെ മേൽശാന്തി പൂന്തോട്ടം നാരായണ നമ്പൂതിരി, ആറ്റുകാൽ ദേവി ക്ഷേത്രം സഹമേൽശാന്തി നാരായണ നമ്പൂതിരി എന്നിവർ ചേർന്നാണ് ആദ്യ അടുപ്പിലേക്ക് അഗ്നി പകർന്നത്. തുടർന്ന് മറ്റു വിശ്വാസികളും അടുപ്പുകളിലേക്ക് അഗ്നി പകർന്ന് തിരുപ്പുറത്ത് നിവേദ്യ സമർപ്പണം നടത്തി. 1 മണിക്കൂറോളം നീണ്ടുന്ന ചടങ്ങുകൾക്ക് ശേഷമാണ് നിവേദ്യ സമർപ്പണം ഉണ്ടായത്.
എളവാതുക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ മകരച്ചൊവ്വ ആഘോഷം ഭക്തിനിർഭരമായി ക്ഷേത്ര മേൽശാന്തി ഗോവിന്ദ ഭട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ചടങ്ങുകളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ, ദേവിക്ക് പൊങ്കാല അർപ്പിക്കൽ എന്നിവയുണ്ടായി. വിശേഷാൽ പൂജകൾക്ക് ശേഷം രാവിലെ 8:30 സ്ഥലശുദ്ധി വരുത്തി ദീപം തെളിയിച്ചു. തുടർന്ന് പൊങ്കാല അടുപ്പിലേക്ക് ക്ഷേത്രം മേൽശാന്തി അഗ്നി പകർന്നു. പൊങ്കാല നിവേദ്യം 10 മണിയോടെ മേൽശാന്തിയുടെ സാന്നിധ്യത്തിൽ ദേവിക്ക് അർപ്പിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് സന്തോഷ് പല്ലേരി, സെക്രട്ടറി രവി ചെട്ടിയാരത്ത്, രേവതി വേണു, ഗിരീഷ് ചെട്ടിയാരത്ത്, ശശിധരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.